മെസ്സി വരുമെന്ന് പറഞ്ഞ് കായിക പ്രേമികളെ ആവേശത്തിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറയുന്നു. കേരളത്തിലെ കായിക പ്രേമികളുള്ള വഞ്ചനയാണിത്. കായിക പ്രേമികളുടെ മാപ്പ് പറയണമെന്നും PMA സലാം 24-നോട് പറഞ്ഞു. മെസ്സി വരുമെന്ന് പറഞ്ഞ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സ്പോർട്സ് പ്രേമികളെ ആവേശത്തിലാക്കാനാണ് ബഹുമാനപ്പെട്ട കായിക മന്ത്രി ഗവൺമെന്റ് ശ്രമിച്ചത്. കേരളത്തിലെ കായിക പ്രേമികളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാണിത്. വാഗ്ദാനം പാലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയണം. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരും. അതുപോലെ അനിൽ വാസുദേവ് ടെലിഫോണിലുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഈ മെസ്സി വരുന്നു എന്ന് കുട്ടി കോടിച്ചിട്ട് ഇപ്പോൾ മെസ്സി വരുന്നില്ല എന്ന വാർത്ത പ്രചരിക്കുമ്പോൾ കായിക പ്രേമികൾക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരുപക്ഷെ കേരളം ചരിത്രം എഴുതും എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇതിൽ കാര്യമില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. മന്ത്രി തന്നെ പറയുന്നു ഒക്ടോബറിലായിരുന്നെങ്കിൽ അദ്ദേഹം വന്നേനെ, അടുത്ത മാസമായാൽ അദ്ദേഹം വരില്ല. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് നമുക്കറിയില്ല. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. കായിക പ്രേമികൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ വലിയ നിരാശയിലാണ്. ഈ മെസ്സിയും അർജന്റീനയും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരും, പന്ത് തട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ മലപ്പുറവും പ്രത്യേകിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളും വലിയ ആവേശത്തിലും ആഘോഷത്തിലും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസമാണ് 24-ലൂടെ മന്ത്രി മെസ്സി വരില്ല എന്നുള്ള കാര്യം പുറത്തുനിന്നോടുകൂടി വലിയ പ്രതിഷേധമാണ് ആരാധകർക്കിടയിൽ ഉയരുന്നത്. അതോടൊപ്പം വലിയ നിരാശയുമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. ഈ സംഭവത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24-നോട് പറഞ്ഞിട്ടുള്ളത് സർക്കാർ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകി, ഒന്നും തന്നെ നടപ്പാക്കാറില്ല. അതുപോലത്തെ ഒരു വാഗ്ദാനമായി മെസ്സി വരും എന്നുള്ള കാര്യവും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കായിക മന്ത്രി ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഫുട്ബോൾ പ്രേമികളെ വലിയ തരത്തിൽ ആവേശത്തിലാക്കി മാറ്റി. എന്നാൽ ഇപ്പോൾ വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവസാന നിമിഷമെങ്കിലും മെസ്സിയെ കൊണ്ടുവരാൻ സർക്കാരും കായിക വകുപ്പും തയ്യാറാവണം. അല്ലാത്ത പക്ഷം നിരാശപ്പെടുത്തിയ ഫുട്ബോൾ പ്രേമികളോട് അല്ലെങ്കിൽ കായിക പ്രേമികളോട് മാപ്പ് പറയാൻ സർക്കാർ തയ്യാറാക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് PMA സലാം വ്യക്തമാക്കിയിട്ടുള്ളത്. കായിക പ്രേമികളോടുള്ള വഞ്ചനയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. പല ഘട്ടങ്ങളിലായി മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെസ്സി വരും, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെ തന്നെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു മന്ത്രി നടത്തിയത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ വലിയ ആവേശത്തിലുമായിരുന്നു. മലപ്പുറത്ത് നിന്നൊക്കെ എത്രയോ ബസ്സുകൾ ഇതിനു വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായിരുന്നു എന്ന് വരെ ഫുട്ബോൾ ആരാധകർ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ ആവേശത്തിലും ആഘോഷത്തിലുമായിരുന്നു ഫുട്ബോൾ ആരാധകർ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അങ്ങനെ ഒരു മെസ്സിയും ഇല്ല, അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം പറയുകയും അതിനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. കളിഭ്രാന്ത് കൂടിയ ഒരു കായിക പ്രേമിയെ പോലെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ കായിക മന്ത്രി പെരുമാറിയത്. മെസ്സി വരുന്നു എന്ന് അദ്ദേഹം പുരപ്പുറത്ത് കയറി പ്രസംഗിച്ചിട്ട് കൂളായിട്ട് പറഞ്ഞങ്ങ് പോയി, മെസ്സി വരുന്നില്ല. അപ്പോൾ മെസ്സി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് പറയണ്ടേ. അനിൽ വാസു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അനിൽ, വളരെ കായിക പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കുന്ന ഒരു തീരുമാനമാണ് കായിക മന്ത്രി പ്രഖ്യാപിച്ചത്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. വലിയ രീതിയിൽ, അതായത് പറഞ്ഞു കൊതിപ്പിച്ചു, ഇല്ലെങ്കിൽ ആനയെ കാണിച്ചു പിന്നെ പറ്റിച്ചു, ഇങ്ങനെ എന്തൊക്കെ മലയാളത്തിലുള്ള എല്ലാതരം തട്ടിപ്പിന്റെയും ഒക്കെ തന്നെ പഴഞ്ചൊല്ല് ഈ കായിക മന്ത്രിയുടെ ഈ പറ്റിക്കലിന് നമുക്ക് ചാർത്തി കൊടുക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്ര കണ്ട് വലിയ ചതിയാണ് കേരളത്തിലെ കായിക പ്രേമികളോട് മന്ത്രി കാണിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഇന്ത്യയിലേക്ക് മെസ്സിയെയും സംഘത്തെയും കൊണ്ടുവരുന്നതിൽ വലിയ ചെലവുണ്ടെന്ന് കാണിച്ച് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അപ്പോഴാണ് ഇത്രയും ചെറിയൊരു തുക നിങ്ങൾക്ക് പറ്റില്ലേ, ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം എന്ന തരത്തിൽ വലിയ വെല്ലുവിളിയായി തന്നെയാണ് അബ്ദുൾ റഹ്മാൻ ഈ ഉദ്യമത്തിന് ഇറങ്ങിയത്. അത് വളരെ നല്ല കാര്യം. കാരണം മെസ്സിയെ പോലെ ഒരാളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കേരള കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ സംഭവം മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന് യാതൊരുവിധ പദ്ധതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യം തന്നെ ഗോൾഡ് മർച്ചന്റ്സ് അടക്കമുള്ളവരെ കൂട്ടിക്കെട്ടി ഒരു സ്പോൺസർമാരെ ഉണ്ടാക്കി അവർ ഈ മെസ്സിയെ കൊണ്ടുവരാൻ ഉദ്യമത്തിന് ഇറങ്ങി. പക്ഷേ അതിൽ ചില പണപ്പിരിവ് നടത്തി എന്നുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നതല്ലാതെ മറ്റൊന്നും നടന്നില്ല. അതിനുശേഷമാണ് ഒരു കമ്പനി, ഒരു സ്പോൺസർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവർ വലിയ രീതിയിൽ ആഹ്വാനം ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും, അതാണ് ഇതാണ് എന്നൊക്കെ വലിയ വാചകമടിയിൽ അല്ലാതെ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും മന്ത്രി വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന തരത്തിൽ ഒക്ടോബറിൽ വരും, ഒക്ടോബർ 25-ന് വരും. പക്ഷെ അവിടെ തന്നെ ഒരു തട്ടിപ്പ് മണത്താണ്. കാരണം ആ ഘട്ടത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുന്നത് രാജ്യാന്തര മത്സരങ്ങളുടെ ഇടവേള, ആ സമയത്ത് വരില്ല എന്നുള്ളത് അപ്പോഴേ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ പല ഘട്ടത്തിൽ മന്ത്രി പറഞ്ഞ തീയതിയും മന്ത്രി പറയുന്ന കാര്യങ്ങളുമായി വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. മെസ്സിയെ പോലെ വലിയൊരു ലോകത്തെ തന്നെ ഏറ്റവും അനിൽ വാസുദേവ്, ഈ നമ്മുടെ ഈ ഇന്റർനാഷണൽ അർജന്റീനൻ ടീമിന്റെ ഈ യാത്രാ ഷെഡ്യൂളിൽ ഒന്നും കേരളം ഉണ്ടായിരുന്നില്ല.
അപ്പോഴൊക്കെ തന്നെ ഈ മന്ത്രി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം വരുന്നേ. കാര്യം സംസ്ഥാന തലത്തിൽ ഒരു കത്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായി അർജന്റീന ടീം മറുപടി പറയുമല്ലോ. അപ്പോൾ അവരുടെ ഷെഡ്യൂളിൽ പോലും ഇല്ലാതെ എന്ത് വിശ്വാസത്തിലാണ് ഈ മന്ത്രി ഈ കായിക പ്രേമികളോട് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്? തീർച്ചയായും ഈ പറഞ്ഞ പോലെ അർജന്റീനയുടെ ഷെഡ്യൂൾ ഓരോ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പായിട്ടാണ് ഇടാറ്. അതായത് ഇപ്പോൾ നിലവിൽ ഇതുവരെയുള്ള ഷെഡ്യൂൾ മാത്രമാണ് വന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയിലെ സ്പോർട്സും ഒക്കെ ചെയ്യുന്ന ഏറ്റവും വിശ്വസനീയമായ TYC അവിടുത്തെ മാധ്യമപ്രവർത്തകനായ ഗ്യാസ് നെഡ്യൂൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒക്ടോബറിൽ മെസ്സിയും സംഘവും ചൈനയിലാണ് കളിക്കാൻ പോകുക എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അപ്പോഴാണ് നമ്മൾ തന്നെ അറിയുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒക്ടോബറിൽ എത്തില്ല എന്നുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്ത നൽകുമ്പോൾ പോലും ഈ സ്പോൺസർമാരുടെ ഭാഗത്തുണ്ടായിരുന്നത് നിങ്ങൾക്ക് വിശ്വാസം നാട്ടിലുള്ളവരെ അല്ലല്ലോ, അർജന്റീനയിലെയും മറ്റും അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന മാധ്യമപ്രവർത്തകരെയല്ലേ എന്ന തരത്തിൽ മറ്റ് മാധ്യമങ്ങളെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സ്പോൺസർമാരുടെ ഭാഗത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോഴും ഗ്യാസ് നെഡ്യൂൾ ആരാണ് എന്നതുപോലും അറിയാത്ത തരത്തിലാണ് ഇവരുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. കാരണം അർജന്റീനൻ ടീമുമായി അല്ലെങ്കിൽ അർജന്റീനൻ താരങ്ങളുമായി ഏറ്റവും അധികം ബന്ധമുള്ള മെസ്സി ലോകകപ്പ് നേടിയ ശേഷം ആദ്യം ഇന്റർവ്യൂ നൽകിയത് പോലും ഈ ഗ്യാസ് നെഡ്യൂളിനാണ്. അങ്ങനെ ഒരു താരത്തെ എന്താണ് അദ്ദേഹം അല്ലെങ്കിൽ ആരാണ് ഗ്യാസ് നെഡ്യൂൾ എന്ന് അറിയാത്ത തരത്തിലാണ് അന്ന് പെരുമാറിയത്. എന്തായാലും ഈ മത്സരത്തിന്റെ കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ ഇത് ചൂണ്ടിക്കാട്ടിയപ്പോഴും മന്ത്രി പറഞ്ഞത് ഒക്ടോബർ വിട്ടൊരു കളിയില്ല, ഒക്ടോബറിൽ മെസ്സി വരും കേട്ടോ എന്ന തരത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇപ്പോൾ കൈയൊഴിയുന്നത് ഒക്ടോബറിൽ വരാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുന്നു. എന്നാൽ ഈ ഒരു കാര്യം നടക്കില്ല എന്ന് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മാധ്യമങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്, അല്ലെങ്കിൽ കായിക പ്രേമികൾ ഓരോരും ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോഴും മന്ത്രി ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന തരത്തിൽ, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരും ആ തരത്തിൽ തന്നെയാണ് പെരുമാറിയത്. പക്ഷേ ഇതിനകത്ത് വലിയൊരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ കായിക പ്രേമികളോട് വലിയൊരു ഫൗൾ, അല്ലെങ്കിൽ ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. കായിക ഒരു പദം, ഒരു ടെർമിനോളജി അനുസരിച്ച് ഒരു കായിക പ്രേമികളോട് വല്ലാത്തൊരു ചതി അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്തുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടായത് എന്ന് പറയുന്നതിൽ ഒരു തർക്കവും വേണ്ട സ്റ്റേൻ. കാരണം അത്ര കണ്ട് വലിയ ചതി തന്നെയാണ്. മെസ്സിയെ കൊണ്ടുവന്നാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചു. അനിൽ വാസുദേവാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. ഒരു പൊളിറ്റിക്കൽ ഫൗൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതേസമയം ഇതിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ മെസ്സി വരില്ല, നവംബറിലായിക്കോട്ടെ ഇല്ല ഡിസംബറിലായിക്കോട്ടെ, ജനുവരി വന്നാലും മതി, കായിക പ്രേമികൾ ക്ഷമിക്കില്ലേ? അപ്പോൾ ഈ ഒക്ടോബർ എന്ന് പറയുന്ന ഒരു മാസത്തിൻ്റെ മഹത്വം എന്താണ് എന്നെങ്കിലും പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാൻ ഈ മന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.